മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 21 തൊട്ടുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. അതിൽ പാപത്തെക്കുറിച്ച് ഉള്ള ചിന്ത നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു എന്നുള്ള ചിന്ത. അതിൽ നിന്ന് നമ്മൾ തുടർന്ന് ചിന്തിക്കുകയാണ്. നീതീകരണം എന്ന് പറയുന്നത് കൃപയാലാണെന്ന് പറഞ്ഞു, യേശുക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലമാണെന്ന് പറഞ്ഞു, സൗജന്യമാണെന്ന് പറഞ്ഞു. ഇത് മൂന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. കൃപയാൽ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ സൗജന്യമായിട്ടാണ് നീതീകരിക്കുന്നത് എന്ന് പറഞ്ഞു. ആ നീതീകരണത്തിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇറ്റ്സ് എ ഡിക്ലറേഷൻ ബൈ ഗോഡ് ദാറ്റ് യു ആർ ജസ്റ്റിഫൈഡ്, യു ആർ ഫ്രീ. നിങ്ങൾ എല്ലാ പാപത്തിൽ നിന്നും ഫ്രീ ആണെന്ന് ദൈവം ഡിക്ലെയർ ചെയ്യുന്ന ഒരു ജുഡീഷ്യൽ ആക്റ്റാണ്, ഒരു കോടതിയിൽ നിന്നുള്ള ഒരു വിധിയാണ് നീതീകരണം എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചില്ല നിങ്ങൾ ആ പ്രീവിയസ് എപ്പിസോഡ് കാണണമേ എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. എല്ലാവരും പാപം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ പാപത്തെക്കുറിച്ച് ഉള്ള ചിന്ത കൊണ്ടുവന്നത്, അതിൽ നിന്നുള്ള എക്സാമ്പിൾസ് കൊണ്ടുവന്ന 51-ാം സങ്കീർത്തനത്തിൽ നിന്ന് ആദ്യം പറഞ്ഞു. അത് ലംഘനം എന്ന് പറഞ്ഞു, അതുപോലെ അകൃത്യം എന്ന് പറഞ്ഞു, വീണ്ടും അതിക്രമം എന്ന് പറഞ്ഞു പാപത്തെക്കുറിച്ച്. ഫൈനലി പറഞ്ഞത് അവിശ്വാസമാണ് പാപത്തിൻ്റെ കാരണം എന്നും പറഞ്ഞു. അതാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് അവിടെ നിർത്തിച്ചത്. ഒരു തെറ്റാണ്. അതും തെറ്റെന്നുള്ള വാക്യം 51-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. അതിക്രമം എന്ന് എഫേസ്യർ 2:9 പറയുന്നുണ്ട്. അവിശ്വാസം എന്ന് പറയുന്ന റോമർ 14:21 പറയുന്നുണ്ട്. യോഹന്നാൻ 16:9 പറയുന്നുണ്ട്. എന്നാൽ ഈ പാപം വന്നത്, പാപം ഒരു പ്രവൃത്തിയും ഒരവസ്ഥയും ഒരു സ്വഭാവവും. പാപം എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയും ഒരവസ്ഥയും ഒരു സ്വഭാവമാണ്. അത് ക്യാരക്ടർ ആയിത്തീരുന്ന പാപമുണ്ട്. പാപം ചെയ്ത് പാപത്തിൽ വീണ് പാപത്തിൽ എൻജോയ് ചെയ്ത് അതൊരു ക്യാരക്ടറായി ഈവൻ അടുത്ത ജനറേഷനിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു കാര്യമാണ് പാപം. ആദ്യം നമ്മൾ വിചാരിക്കും ഒരു സില്ലിയായിട്ടൊരു പ്രവർത്തനമാണെന്നല്ല. അത് കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ അതൊരു ഹാബിറ്റായി മാറും, ഒരവസ്ഥയായി മാറും. പിന്നെ അത് നമ്മുടെ നേച്ചറിനകത്ത് വന്നിട്ട് ആ നേച്ചർ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ആ നേച്ചർ പോലും പാപമല്ല, ആ നേച്ചറും കൂടി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, മദ്യപാനിയുടെ മക്കൾ ചിലപ്പോഴും അടുത്ത തലമുറയിൽ മദ്യപാനിയാവും കാണാം. അതൊരു പാപത്തിൻ്റെ ഒരു ഹാബിറ്റ് വരുന്നതാണ്. അത് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അത് ജീനിനകത്ത് ചില ചേഞ്ചസ് ഉണ്ടാക്കും. ഇപ്പോൾ ഈ ഡോക്ടർ ഒരിക്കൽ ചെല്ലുമ്പോൾ, ഈ ഹാർട്ട് പേഷ്യൻസൊക്കെ ഡോക്ടർ ഒരിക്കൽ ചെല്ലുമ്പോൾ ഡോക്ടർ ചോദിക്കുന്ന ചോദ്യമില്ല, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും അപ്പനോ അമ്മയ്ക്കോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഹാർട്ടിന് പ്രശ്നം ഉണ്ടായിരുന്നു, അവരെങ്ങനെയാണ് മരിച്ചത് എന്നൊക്കെ ചോദിക്കത്തില്ലേ. അവരുടെ ജീനിനകത്ത് ഇതിന് പ്രോബ്ലം ഉണ്ടായിരുന്നു, ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അടുത്ത ജനറേഷനിലേക്ക് എന്ന് പറയുന്ന പോലെ നമ്മുടെ അക്വയർഡ് ആയിട്ടുള്ള പല ക്യാരക്ടേഴ്സും, ഈ ലോകത്തിൽ നിന്ന് അക്വയർ ചെയ്ത ക്യാരക്ടർ ജീനിനകത്ത് ചേഞ്ച് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഞാൻ പറയുന്നതല്ല, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടും. ആ ക്രോമസോം, ആ ചേഞ്ച് വരുന്ന ക്രോമസോമിൻ്റെ പേരും എല്ലാം ആ ഗൂഗിളിൽ കിടപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് തന്നെ മനസ്സിലാവും, ഇന്ന ക്രോമസോം വഴിയാണ് എനിക്ക് ഈ ചേഞ്ച് വന്നത്, അതാണ് അടുത്ത ജനറേഷനിലേക്ക് വിടുന്നതെന്നൊക്കെ അതിനകത്ത് കിടപ്പുണ്ട്. അത് ഞാൻ സെൽഫായിട്ട് പറയുന്നില്ല. അതുകൊണ്ട് ഒരു പ്രവൃത്തിയും ഒരവസ്ഥയും ഒരു സ്വഭാവമാവും. പാപത്തിൻ്റെ ആവിർഭാവത്തെക്കുറിച്ച് ഞാൻ സാത്താൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞ എപ്പിസോഡ്, സാത്താൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ പോയി ശ്രദ്ധിക്കുക. അതിനകത്ത് കിടപ്പുണ്ട്. യെശയ്യാവ് 14 മുതൽ 22 വരെ എങ്ങനെയാണ് സാത്താൻ ഉണ്ടായത്, എസ്കേൽ 28:12 മുതൽ 17 വരെ എങ്ങനെയാണ് സാത്താൻ വന്നത് എന്നെല്ലാം അതിൽ പറയുന്നുണ്ട്. ആദാമിൽ കൂടിയാണ് ഈ പിശാച് ലോകത്തിലേക്ക് പ്രവേശിച്ചത്. റോമർ 5:12 പറയുന്നു ആ പാപം അങ്ങനെയാണ് വന്നത്. എന്നാൽ ക്രിസ്തു ഒരു പാപവുമില്ലാതെയാണ് ഈ ലോകത്തിലേക്ക് വന്നത്. യേശുക്രിസ്തുവിൻ്റെ ജനനം തന്നെ അറിയാം എങ്ങനെയാണെന്നുള്ളത്. മറിയം ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു. സ്ത്രീയുടെ സന്തതി, XY ക്രോമസോം അതിലില്ല. ഇതെല്ലാം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. യേശുവിൻ്റെ രക്തം എങ്ങനെയാണ് നമ്മളെ ശുദ്ധീകരിക്കാൻ പറ്റുന്നത്. XY ക്രോമസോം ചേർന്നല്ല യേശുവിൻ്റെ രക്തം ഉണ്ടായത്. യേശുവിൻ്റെ രക്തവും മറിയയുടെ രക്തവും കൂടെ ഇലകലർന്നിട്ടില്ല. അതും സയൻസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. പ്ലാസൻ്റ വഴി ഫുഡ് മെറ്റീരിയൽ ന്യൂട്രിയൻസ് മാത്രമേ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. രക്തം ഒരിക്കലും ഇടകലർന്നില്ല എന്ന് പറഞ്ഞു. യേശുവിൻ്റെ രക്തം
സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു എന്നുള്ള ചിന്ത. 1 പത്രോസ് 2:22 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. യേശുവിൻ്റെ കാര്യമാണ് പറയുന്നത്. എബ്രായർ 7:26 ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തിൽ ഉന്നതനായി തീർന്നവൻ. അപ്പോൾ യേശു ആണ് നിർമ്മലനും നിർദോഷനും പവിത്രനുമായിരുന്നത്. ഇങ്ങനെ ഒരാളിനെ ലോകത്തിലില്ലായിരുന്നു, ഒരു മനുഷ്യനുമില്ല. ഞാൻ 2 വാക്യങ്ങൾ പറഞ്ഞ്, യേശു നമ്മുടെ പാപങ്ങളെ വീണ്ടെടുക്കുവാനായിട്ട് മതിയായിട്ടുള്ളവനാണെന്നാണ്. എബ്രായറിൻ്റെ 7:26 1 പത്രോസ് 2:22. ഇനി നമുക്ക് സാധാരണ പറയുന്ന രീതിയിൽ നമ്മൾ പാപികളായിട്ടാണ് ജനിക്കുന്നത്. ജന്മപാപം എന്നൊക്കെ പറയും. ഈ ആളുകളെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോയി ചെറുപ്പത്തിലെ മാമോദിസ മുക്കിയൊക്കെ ചെയ്യാറുണ്ട്. അത് പറയുന്നത് എന്താ, ജന്മപാപം മാറ്റാനാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ ജന്മപാപം ആദാമിൽ കൂടി വന്നതാണ്. അതിങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ഒരു ശുശ്രൂഷയിൽ കൂടി, ഈ കൂദാശയിൽ കൂടി അത് മാറുന്നതല്ല. ജന്മപാപം ഒന്നും മാറത്തില്ല. കാരണം അത് പിന്നെയും ഉള്ളിൽ ആ പാപം വസിക്കുകയാണ്. ഒരു 3-4 അല്ലെങ്കിൽ 5 ദിവസമൊക്കെ പ്രായമായി, അല്ലെങ്കിൽ 1 മാസം പ്രായമുള്ളൊരു കുട്ടി അതിൻ്റെ അമ്മയുടെ മുലപ്പാൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അതിൽ നിന്ന് ആ കുട്ടിയെ വിടർത്തി കഴിയുമ്പോഴേ അത് ഞെളിപരി കൊണ്ട് ദേഷ്യത്തിൽ കരയുന്നത് കാണാം. ഈ ദേഷ്യം ആരാണ് അതിന് കൊടുത്തത്? അത് ജന്മത്തിൽ തന്നെ അതിനകത്ത് ഉണ്ടായിരുന്നു. കുറേ കഴിയുമ്പോൾ ആ രീതിയിൽ അങ്ങ് വിട്ടു കഴിഞ്ഞാൽ ആ രീതിയിൽ തന്നെ പൊക്കൊണ്ടേയിരിക്കും, അത് പാപത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുന്നത് കാണാം. ജന്മപാപം, അതിൽ നിന്ന് ചേരുന്നതാണ് കർമ്മപാപം എന്ന് പറയുന്നത്. ഒന്ന് വേര്, ജന്മം വേര്, ആദാമിൽ കൂടി വന്ന് കർമ്മം പ്രവൃത്തി അതിൻ്റെ ഫലം. അതുകൊണ്ട് പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ജന്മത്തിൽ കൂടി വന്ന പാപം ആത്മീയമായിട്ടുള്ളതും പ്രവർത്തനത്തിൽ കൂടി വന്നത് ശാരീരികവുമായിട്ടുള്ളതും. ദൈവം നമുക്ക് അതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാനായിട്ടൊരു പോം വഴിയും തന്നിട്ടുണ്ട്, നീതീകരണം പ്രാപിക്കാനായിട്ട്. എബ്രായർ 9:22 ഇങ്ങനെയാണ് പറയുന്നത്, ന്യായപ്രമാണം പ്രകാരം ഏകദേശം സകലതും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. ന്യായപ്രമാണത്തിൽ പറയുന്നതാണ്. എബ്രായർ 9:22 പറയുന്നത്, ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. നമുക്ക് ആദ്യം തൊട്ടേ ബൈബിളിൽ ഒരുപാട് ഇൻസിഡൻസ് നമുക്ക് കാണാം. ആദാമും ഹവ്വായും പാപം ചെയ്ത് അവർ നഗ്നരാണെന്നറിഞ്ഞപ്പോഴേ അവിടെ തന്നെ ഒരു ആട്ടിൻകുട്ടിയെ ദൈവം കൊന്ന് അതിൻ്റെ തോലെടുത്ത് അവരുടെ നഗ്നത മറയ്ക്കാനായിട്ട് അവരെ ഉടുപ്പിക്കുന്നതായിട്ട് കാണും. അവിടെ ഒരു യാഗം നടക്കുന്നതായിട്ട് കാണും. വീണ്ടും ഇസ്രായേൽ മക്കളുടെ വിടുതലിനായിട്ട്, ഞാൻ ഒരുപാട് യാഗങ്ങളുണ്ട്, പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് എല്ലാം എടുത്ത് പറയുന്നില്ല. ഇസ്രായേൽ മക്കളുടെ വിടുതലിനായിട്ട് ദൈവം ചെയ്ത യാഗം, അത് യേശുക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ ലോകത്തിൽ വന്ന് പാപങ്ങൾക്ക് വേണ്ടി മരിക്കാനുള്ളതിൻ്റെ ഒരു നിഴലായിട്ട് കാണുന്നു. ആട്ടുകൊറ്റനെ കൊന്ന് രക്തം കട്ടിളപ്പടികളിൽ പുരട്ടാനായിട്ട് പറഞ്ഞിരിക്കുന്ന വലിയ തത്വം. ആ രക്തം കാണുന്നിടത്ത് രാത്രിയിൽ സംഹാരദൂതൻ കയറി വരികയില്ല, അത് പാസ് ചെയ്യും. ആ ഒരു ചിന്ത യേശുക്രിസ്തുവിൻ്റെ യാഗത്തെ കാണിക്കുന്ന ഒരു ചിന്തയാണ്. അത് കഴിയും പഴയ നിയമത്തിലെ വീണ്ടും ഉണ്ട്. അഗ്നിസർപ്പങ്ങളുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. യേശു അഗ്നിസർപ്പത്തെ കടിച്ച് മരിച്ചപ്പോഴേ ഒരു താമ്രസർപ്പത്തെ മോശ തൂക്കി അതിലേക്ക് നോക്കുന്നവർ രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ അത് റെഫർ ചെയ്ത് പറയുന്നുണ്ട്. യേശുവിനെ ഉയർത്തപ്പെട്ടു, കുരിശിൽ ഉയർത്തപ്പെട്ടു, അവങ്കിലേക്ക് നോക്കുന്നവർ രക്ഷ പ്രാപിക്കും. അപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പഴയ നിയമത്തിലെ രക്തം കൊണ്ട് വിമോചനമുണ്ട് എന്ന് പറയുമ്പോൾ യാഗങ്ങളും അതാണല്ലോ കാണിക്കുന്നത്. യാഗങ്ങൾ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ആദ്യം ഹോമയാഗമാണ്, 2 ഭോജനയാഗമാണ്, 3 സമാധാനയാഗമാണ്, 4 പാപയാഗമാണ്, 5 അകൃത്യയാഗമാണ്. ദൈവത്തിൻ്റെ ഓർഡറിൽ അങ്ങനെയാണ് വരുന്ന യാഗങ്ങൾ. ആദ്യം ബേൺഡ് ഓഫറിങ്, ഹോമയാഗത്തിലാണ് ദൈവം തുടങ്ങുന്നത്. എന്നിട്ട് അവസാനം വരുമ്പോൾ അകൃത്യയാഗമായി തീരുന്നു. മനുഷ്യൻ്റെ ഓർഡറിൽ വരുമ്പോഴത്തേക്ക് അകൃത്യയാഗവും പാപയാഗവുമാണ് ആദ്യം വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ അകൃത്യം മാറിയെങ്കിലേ കർത്താവിൻ്റെ അരികിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റൂ. കർത്താവ് നമുക്ക് വേണ്ടി പാപയാഗമായി തീർന്നു.
പാപയാഗമായിട്ട് കർത്താവ് നമുക്ക് വേണ്ടി തീർന്നു, പ്രായശ്ചിത്തമായി തീർന്നു എന്ന് നമുക്ക് കാണാം. അത് നമ്മൾ പഠിക്കും. അപ്പോൾ ഇവിടെ വായിച്ച ഭാഗത്തിൽ രക്തത്താൽ ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. എബ്രായർ 9:26 പറയുന്നത് എന്നിങ്ങനെയാണ്: എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. സ്വന്തം യാഗത്താൽ പാപം പരിഹരിക്കപ്പെടുവാനായി ഒരിക്കൽ പ്രത്യക്ഷനായി. അത് മാത്രവുമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുകയാണ്, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിലെ മനുഷ്യരുടെ ഇടയിൽ വേറെ യാതൊരു നാമവുമില്ല, നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന് പറയും. ദൈവം എന്താണ് ചെയ്തത്? 2 കൊരിന്ത്യർ 5:21 നാം പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി പാപമാക്കി. അതായത് യേശു നമുക്ക് വേണ്ടി പാപമായി കാൽവറി ക്രൂശിൽ നമ്മുടെ പാപം ഏറ്റെടുത്തു, യാഗമായി തീർന്നു. അതിൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ അവനിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷ പ്രാപിപ്പാനായിട്ട് ദൈവം ഒരു വഴി ഒരുക്കി എന്നേ കാണുന്നു. നമുക്കറിയാം, പഴയ നിയമകാലത്ത് എത്ര മൃഗങ്ങളെ കൊന്നതാണ്. ഓരോ പാപത്തിൻ്റെ ഈ അകൃത്യത്തിന് വേണ്ടി അല്ലെങ്കിൽ പാപയാഗത്തിന് വേണ്ടി എത്ര മൃഗങ്ങളെ കൊന്നു കളഞ്ഞു എന്ന് നമുക്കറിയാം. അതുപോലെ അന്ന് എന്തൊക്കെ ഉണ്ടായിരുന്നു? ഒരുപാട് നേർച്ച കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് നേർച്ചകളുണ്ടായിരുന്നു. അതുപോലെ ശരീരത്തെ പീഡിപ്പിക്കാനായിട്ട്, ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ശരീരം പീഡിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ നീതി ഇതൊന്നും കൂടാതെ, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ വന്നതായിട്ട് നമ്മളെ കാണുന്നു. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ വന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് ഈ വാക്ക് വീണ്ടെടുപ്പ്, നീതീകരണം എന്ന് പറയുന്ന വാക്ക് പുതിയ നിയമത്തിലെ അഗോറസോ എന്ന് പറയുന്ന ഒരു വാക്കാണ് യൂസ് ചെയ്യുന്നത്. അത് വാങ്ങി എന്നുള്ളൊരു മീനിങ്ങിലാണ് അത് യൂസ് ചെയ്യുന്നത്. നമ്മളെ വിലയ്ക്ക് വാങ്ങി എന്നുള്ളൊരു മീനിങ്ങിലാണ്. ചന്തയിൽ നിന്ന് വില കൊടുത്ത് വാങ്ങുന്ന ഒരു കാര്യം അഗാറസോ എന്ന് പറയുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ മരണത്തിന് വിറ്റിരുന്നു, നമ്മളെ പിശാചിൻ്റെ അടിമത്വത്തിലായിരുന്നു. അത് യേശുവിൻ്റെ രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി. അതാണ് ഞാൻ ഈ പറഞ്ഞത്, ഇതുവരെയും പറഞ്ഞതാണ്. ചന്തയിൽ നമ്മളെ വിലയ്ക്ക് വാങ്ങി. ഇനി മേലാൽ നമ്മളെ അങ്ങോട്ട് വിടത്തില്ല, നമ്മളെ സ്വതന്ത്രരാക്കി അഴിച്ചുവിടുന്ന ഒരനുഭവം. നമ്മൾ ഒരിക്കൽ അടിമകളായിരുന്നു, എന്നാൽ ഇന്ന് നമ്മളെ സ്വാതന്ത്ര്യം അനുഭവിച്ച് ക്രിസ്തുവിൻ്റെ അടിമകളാണ്. ഒരിക്കൽ നമ്മൾ അടിമകളായിരുന്നു, ഇന്ന് സ്വാതന്ത്ര്യം അനുഭവിച്ച്, ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക, ക്രിസ്തുവിൻ്റെ അടിമകളാണ്. അങ്ങനെ സൗജന്യമായി നമ്മൾ നീതീകരിക്കപ്പെട്ടു. അതാണ് ഇന്ന് പറയുന്ന ഈ നീതീകരണത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്. ഡൽഹിയിലെ ഒരു കോടതിയിലെ എല്ലാ ക്രിമിനൽസിനെയും ഫ്രീ ആയി വിടുക, അവിടെ ചെല്ലുന്നവരെല്ലാം ഫ്രീ ആയി വിടുകയാണെങ്കിൽ എന്താ സാധാരണ ചെയ്യുന്നത്? എല്ലാ ജയിലുകളിൽ കിടക്കുന്ന ആളുകളും അല്ലെങ്കിൽ എല്ലാ ക്രിമിനൽസും അങ്ങോട്ട് പോകാനായിട്ട് എല്ലാവരും ശ്രമിക്കത്തില്ലേ എന്ന് പറയുന്നത് പോലെ ഇവിടെ വിശ്വാസത്താലുള്ള നീതീകരണം അത് സൗജന്യമായി നമുക്ക് ദൈവം തന്നിരിക്കുന്നതാണ്. ഒരുപാട് അതിനെക്കുറിച്ച് ബൈബിളിൽ പറയാനായിട്ടുണ്ട്. ഒരുപാട്, 1, 2 ഒന്നുമല്ല, ഒരുപാട് റെഫറൻസസ് പറയാനുണ്ട്. സൗജന്യമായിട്ട് നീതീകരിക്കുന്ന കാര്യം, കൃപയാൽ ക്രിസ്തുയേശുവിലുള്ള വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നമ്മളെ നീതീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ നീതീകരണത്തിൻ്റെ ഒരു പോയിന്റിലാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. പാപത്തിൽ നിന്ന് നമ്മളെ എങ്ങനെയാണ് വിടുവിച്ച് ദൈവം തന്നെ മക്കളാക്കി തീർത്തതെന്നുള്ള ഒരു ജനറലായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെയാണ് നമ്മളെ നീതീകരിച്ചത്, പാപത്തിൽ നിന്ന് വിടുവിച്ച് നീതീകരിച്ചത്. ഇനിയും ഇതിനകത്ത് തന്നെ 3:25 വാക്യത്തിൽ നമ്മളെ പ്രായശ്ചിത്തമാകുവാൻ എന്ന് പറഞ്ഞൊരു വാക്ക് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് തുടർന്ന് ചിന്തിക്കാം. നിങ്ങൾ ഇത് അറ്റൻഡ് ചെയ്യണം, ഇത് റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ആ കണ്ടിന്യൂറ്റിയിൽ ഇത് പോകാൻ പറ്റുള്ളൂ. വലിയ വലിയ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നുണ്ട് ഇതിനകത്ത്. നമുക്ക് കിട്ടാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, ടേക്ക് അവേസ് ഒരുപാടുണ്ട്. അതുകൊണ്ട് നമ്മൾ വിട്ടുപോകാതെ ഇത് കാണണം. ഇന്ന് നമ്മൾ പറഞ്ഞത് സൗജന്യമായി വിശ്വാസത്താൽ കൃപയാൽ നീതീകരിക്കപ്പെട്ടു. കൃപയെക്കുറിച്ച് ഇനിയും പറയാനായിട്ടുണ്ട്, വിശ്വാസത്തെക്കുറിച്ച് പറയാനായിട്ടുണ്ട്, ദൈവം ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചാണ് ഇതുവരെയും പറഞ്ഞത്. ഇനി നമ്മുടെ റോളിനെ കുറിച്ചും പറയാനായിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഇത് നമ്മളെ ശ്രദ്ധിക്കുക, തുടർന്ന് ഇത് വാച്ച് ചെയ്യുക.
ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ഇതിൻ്റെ കൃപയിൽ ഞങ്ങളെ നീ വളർത്തണമേ, സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്താൽ ഞങ്ങൾ നീതീകരിക്കപ്പെട്ടു. നീ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. കർത്താവേ, ഞങ്ങളെ അടിമകളായിരുന്നല്ലോ, ഞങ്ങളെ നീ വിലയ്ക്ക് വാങ്ങി നീ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നു. ഇനി ഞങ്ങൾ കർത്താവിൻ്റെ അടിമയാണ്. കർത്താവ് ഞങ്ങളെ നീതീകരിച്ചതുകൊണ്ട് എല്ലാ രീതിയിലുമുള്ള നിൻ്റെ ദാനങ്ങളെ ഞങ്ങൾക്ക് തന്നിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നറിയുന്നു കർത്താവേ. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട്, ഞങ്ങളുടെ ജീവിതങ്ങളിലെ സമൃദ്ധിയിലേക്ക് പോകാനായിട്ട് നീ ഞങ്ങളെ ഇടവരുത്താൻ സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കണം. ക്രിസ്തീയ ജീവിതത്തിലെ വരണ്ടിരിക്കുന്ന ചിലർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ ഒരു പ്രോഗ്രസ്സുമില്ല, അതുപോലെ ഇരിക്കുന്നു. പ്രാർത്ഥിക്കുന്നതൊന്നും ദൈവം കേൾക്കുന്നില്ല, എനിക്കൊന്നിനും ഉത്തരം കിട്ടുന്നില്ല, നിരാശയിരിക്കുന്നു, ഞാൻ ഇപ്പോഴും പീഡനത്തിൽ കൂടി കടന്നു പോകുന്നു, എൻ്റെ ദൈവം എന്താ എന്നെ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വിളിച്ച് നെടുവീർപ്പിടുന്ന ചില ആളുകൾ ഇത് കാണുന്നുണ്ട്. ഞാൻ നിങ്ങളോടൊന്ന് പറയുകയാണ്, നിങ്ങളിന്ന് തിരിച്ചു വരുമോ? കർത്താവ് നിങ്ങളെ വിടുവിച്ച ദൈവമാണ്, നിങ്ങളെ വീണ്ടെടുത്ത ദൈവമാണ്. ആ വിശദീകരണത്തിലേക്ക് നിങ്ങളൊന്ന് പ്രവേശിക്കുമോ? ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുകയും ദിവസം ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമോ? ദൈവം വലിയ വിടുതൽ തരും. നിങ്ങളിലൊരു ദാനം ദൈവം തന്നിട്ടുണ്ട്. ആ ദാനം പരിശുദ്ധാത്മാവാണ്. അതാണ് ആദ്യ ദാനം. ആ ആദ്യ ദാനം നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവെ നിങ്ങളൊന്ന് ബലപ്പെടുത്തുമോ? അതിനെ കെടുക്കാതെ തന്നെ ഒന്ന് ശക്തിപ്പെടുത്തുമോ? ഇന്ന് രാത്രികാലം നിങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരും. കർത്താവെ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കണം. കുരുടായി കർത്താവെ ജീവിതത്തിലെ നിരാശയിലിരിക്കുകയും പ്രത്യാശയില്ലാതെ കർത്താവെ നിരാശപ്പെട്ടിരിക്കുകയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ ഇരിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ധൈര്യത്തോടുകൂടി നിൻ്റെ കൃപാസനത്തിന് മുമ്പേ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ വിടുതൽ കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. സ്തോത്രം. നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ശക്തിയും നിൻ്റെ വിടുതലും കർത്താവെ വീണ്ടെടുപ്പ് നീ കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് നിങ്ങൾ തുടർന്ന് വാച്ച് ചെയ്യണം. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ആ വാട്സാപ്പ് നമ്പറിലെ പ്രയർ റിക്വസ്റ്റ് അയച്ചു തരണം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.